അജയ് ബിഷ്ടിന്റെ രാമരാജ്യം ഊപ്പി വീണ്ടും ലോകത്തിന് മൊത്തം മാതൃകയാവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങളും കൂടുതൽ സ്ത്രീ പീഡനങ്ങളും ദളിത് പീഡനങ്ങളും കൊലപാതകങ്ങളും ഗുണ്ടായുസവും തുടങ്ങി അങ്ങനെ എല്ലാ രീതിയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഊപ്പി. ഇപ്പോൾ ഇതാ ലോകത്തിന് മൊത്തം മാതൃകയായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അജയ് ബിഷ്ട്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം കറുത്ത ദിനമായി ആചരിക്കുകയും ഇനി അടിയന്തരാവസ്ഥയുടെ എല്ലാ ആനിവേഴ്സറികളും ഇങ്ങനെ ആചരിക്കും എന്ന് പറയുകയും ചെയ്ത മോദിക്കൂട്ടങ്ങളാണ് അജയ് ബിഷ്ട് ഭരിക്കുന്ന യു പിയിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 6 മാസത്തേക്ക് സമരങ്ങളും പ്രതിഷേധങ്ങളും നിരോധിച്ചിരിക്കുകയാണ് യോഗി എന്ന് സ്വയം വിളിക്കുന്ന അജയ് ബിഷ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ 2024-ൽ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ BJP എന്ന് പറയുന്ന കൂട്ടത്തിന് ഇത് 21-ാം നൂറ്റാണ്ട് അല്ല. അവർ ശിലായുഗത്തിലേക്കാണ് തിരിച്ചു പോകുന്നത്. ശിലായുഗം തിരിച്ചു കൊണ്ടുവരുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ലോകമെല്ലാം അറിവിലും വിവേകത്തിലും ടെക്നോളജിയിലും ദിനം പ്രതി മുന്നേറുമ്പോൾ മോസ്കിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ടോ എന്ന് കുഴിച്ചു നോക്കുകയാണ് ഇവർ. ഈ 6 മാസ സമര പ്രതിഷേധ നിയന്ത്രണത്തിന് കാരണം പറയുന്നത് കുംഭമേളയ്ക്കും മറ്റു പരിപാടികൾക്കുമായുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുള്ളതിനാലാണ് എന്നാണ്. ഈ കുംഭമേള ഇപ്പോഴാണോ ആദ്യമായി നടക്കാൻ പോകുന്നത്? ഇനി അടുത്ത കുംഭമേള നടക്കാനുള്ളപ്പോൾ, പരിപാടികൾ നടക്കാനുള്ളപ്പോൾ വീണ്ടും ഇതുപോലെ സമരവും പ്രതിഷേധങ്ങളും നിരോധിക്കേണ്ടി വരില്ലേ? അതായത് ഈ 6 മാസം കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും പരിപാടിയുടെ പേര് പറഞ്ഞ് വീണ്ടും 6 മാസത്തേക്ക് കൂടി പ്രതിഷേധങ്ങൾ നിരോധിക്കും. അതിനുശേഷം അടുത്ത ഏതെങ്കിലും പരിപാടിയുടെ കാരണം പറഞ്ഞ് വീണ്ടും 6 മാസത്തേക്ക് നിരോധിക്കും. അങ്ങനെ ഇത് അന്തമില്ലാതെ തുടർന്നു പോകും. എന്ത് സംഭവിച്ചാലും ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനോ എതിർശബ്ദമുയർത്താനോ ഉള്ള സ്വാതന്ത്ര്യം പരിപൂർണമായി നിഷേധിക്കുകയാണ് അജയ് ബിഷ്ട് ലക്ഷ്യം വെക്കുന്നത്. ഉത്തർപ്രദേശ് എസൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ വൈദ്യുത ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ സമരം ചെയ്യാനിരിക്കുകയായിരുന്നു. ഇനി അവർക്ക് സമരം ചെയ്യാൻ കഴിയില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് സമരം ചെയ്യാൻ കഴിയില്ല. അടുത്ത മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം കണ്ടുപിടിക്കാൻ മാന്തുന്നതിനെതിരെ സമരം ചെയ്യാൻ കഴിയില്ല. ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് മാത്രം, വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ. രാജ്യം വലിയ യുദ്ധം നേരിടുമ്പോഴോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ. എന്നാൽ ഇവിടെ അങ്ങനെ യാതൊരു സാഹചര്യവും ഇല്ല എന്ന് ഓർക്കണം. ഗവൺമെന്റ് എന്ത് ചെയ്താലും ജനങ്ങൾക്ക് ചോദിക്കാനുള്ള, പ്രതിഷേധിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ഇതുവഴി അജയ് ബിഷ്ട് നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ രാജ്യമെമ്പാടും ആവർത്തിക്കും. അങ്ങനെ ജനങ്ങളുടെ വാക്കുകൾക്ക്, വികാരങ്ങൾക്ക്, അവകാശങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പരിപൂർണ ഏകാധിപത്യമായി ഇന്ത്യ മാറും. ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഈ പാർട്ടി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ സമരങ്ങളും പ്രതിഷേധങ്ങളും നിയന്ത്രിക്കുകയായിരിക്കും. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഭരിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശം കവർന്നെടുക്കും എന്ന അവസ്ഥ വരും. ഇപ്പോൾ തന്നെ പേരിന് മാത്രമുള്ള ഇന്ത്യയിലെ ജനാധിപത്യം പരിപൂർണ ഏകാധിപത്യത്തിലേക്ക് മാറാൻ അധിക നാളുകൾ വേണ്ടിവരില്ല.